ആൻ്റണിയും ഭാര്യ ജെമ്മയും താമസിച്ചിരുന്നത്. ഇവർക്ക് 2 ചെറിയ മക്കളുണ്ട്. ആൻ്റണിയെ ആ നാട്ടിലെ ആൻ്റപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇയാൾക്ക് ആ നാട്ടിൽ ഒരു ചെറിയ പലചരക്ക് കടയാണുള്ളത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബമാണ് ഈ ആൻ്റണിയുടേത്. ഭാര്യ ജെമ്മയ്ക്ക് ജോലിയൊന്നുമില്ല പ്രത്യേകിച്ച്. ഈ ഒരു പലചരക്ക് കടയിലെ ഒരൊറ്റ വരുമാനത്തെ ആശ്രയിച്ചാണ് ആ കുടുംബം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. ആൻ്റണിക്ക് ഈ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം കുടുംബത്തെ രക്ഷിക്കാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ മാർഗമാണ് തെളിഞ്ഞു വന്നത്. വിദേശത്തേക്ക് പോകണം. വിദേശത്ത് എന്ന് പറയുമ്പോൾ ഗൾഫിലേക്ക് പോകാനാണ് ആൻ്റപ്പന് പ്ലാന്. അങ്ങനെ ഇരിക്കവെയാണ് നാട്ടിൽ ലീവിന് വന്ന ഗൾഫുകാരനായൊരു സുഹൃത്തിനോട് ആൻ്റപ്പൻ തൻ്റെ പ്രയാസങ്ങളൊക്കെ പറയുന്നത്. അയാൾ ഗൾഫിൽ ചെന്നിട്ട് ഒരു ജോലി തരപ്പെടുത്താൻ നോക്കാം എന്ന് പറഞ്ഞു. കൂടാതെ പാസ്പോർട്ടൊക്കെ എടുത്തു വയ്ക്കാനും ആൻ്റപ്പനോട് പറയുകയാണ്. ആൻ്റപ്പന് ഇത് കേട്ടതും വലിയ ആശ്വാസമായി. കാരണം അയാൾ ശ്രമിക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അയാൾ പാസ്പോർട്ടൊക്കെ എടുത്തു വയ്ക്കുകയാണ്. മാസങ്ങൾ കഴിഞ്ഞു പോയി. സുഹൃത്ത് കൊടുത്ത വാക്ക് ഭംഗിയായിട്ട് പാലിച്ചു. അയാൾ ആൻ്റപ്പനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു വാക്കൻസി ഉണ്ട്. ഞാൻ നിനക്ക് വേണ്ടി അത് പറഞ്ഞ് ശരിയാക്കി വച്ചിട്ടുമുണ്ട്. വരാനുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ തുടങ്ങിക്കോ എന്ന്. ഓൾറെഡി ഇയാൾ പാസ്പോർട്ടൊക്കെ എടുത്തു വച്ചതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷെ അതല്ല, പൈസയൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജെമ്മയുടെ വീട്ടിൽ നിന്നും അവരുടെ മാതാപിതാക്കളെ കുറച്ച് സഹായമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും തികയത്തില്ല. അങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ് ജെമ്മയും ആൻ്റപ്പനും. ഇവർ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ്. ഒന്നും ശരിയാവുന്നുമില്ല. നിരാശയോടെ ഒന്നും നടക്കില്ല എന്ന വിഷമത്തിൽ ആൻ്റപ്പൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അയാൾക്ക് സൗദിയിലേക്ക് പോകാനുള്ള പൈസ ഒത്തുവരുന്നത്. അതോടെ ആൻ്റപ്പൻ സൗദിയിലേക്ക് പ്ലെയിൻ കയറി. ജെമ്മയ്ക്കും മക്കൾക്കും വിഷമമുണ്ടെങ്കിലും ആശ്വാസമായി. കാരണം ഇനി കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്നും. അങ്ങനെ സൗദിയിൽ നിന്നും ആദ്യത്തെ വരവിന് നാട്ടിൽ ഭാര്യയും മക്കളെയും കാണാൻ ആൻ്റപ്പൻ എത്തി. അയാളുടെ കണക്ക് കൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റിച്ചൊരു വരവായിരുന്നു അത്. അപ്രതീക്ഷിതമായൊരു കാഴ്ചയാണ് ആൻ്റപ്പന് കാണേണ്ടി വന്നത്. എന്താണ് ആൻ്റപ്പൻ കണ്ട ആ കാഴ്ച? പിന്നീട് അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ആൻ്റപ്പൻ എന്ന ആൻ്റണിയും കുടുംബവും സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്നതാണെങ്കിലും ആൻ്റപ്പൻ്റെ ബന്ധുക്കളിൽ ചിലരൊക്കെ വളരെ വലിയ ധനസ്ഥിതിയുള്ളവരാണ്. ആൻ്റണിയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അയാളുടെ ബന്ധുവായ അഗസ്റ്റിൻ്റെ കുടുംബം, അതായത് മാഞ്ഞൂരാൻ അഗസ്റ്റിൻ്റെ കുടുംബം താമസിക്കുന്നത്. ആലുവ പൈപ്പ് ലൈനിലെ അഗസ്റ്റിൻ്റെ ആ വലിയ വീട്ടിൽ അഗസ്റ്റിനെയും കൂട്ടി 6 പേരാണ് താമസം. അഗസ്റ്റിൻ്റെ അമ്മ 74-കാരി ക്ലാര, സഹോദരി കൊച്ചുറാണി, അവർക്ക് 42 വയസ്സുണ്ട്. അഗസ്റ്റിൻ്റെ ഭാര്യ ബേബി, അവർക്ക് 42 വയസ്സാണ്. മകൾ ദിവ്യ 14 വയസ്സ്, മകൻ ജെയ്മോൻ 12 വയസ്സ്. അങ്ങനെ 6 അംഗ കുടുംബമാണ് ആ മാഞ്ഞൂരാൻ കുടുംബം. അഗസ്റ്റിന് ഹാർഡ്വെയർ കടയുടമയാണ് അയാൾ. കൂടാതെ വസ്തു കച്ചവടം, ജ്വല്ലറി ബിസിനസ് ഒക്കെ ഉണ്ട് ഇയാൾക്ക്. ഇതൊക്കെ വഴിയും കണ്ടമാനം പൈസയൊക്കെ അഗസ്റ്റിൻ സമ്പാദിച്ചിരുന്നു. ആൻ്റണിക്കാണെങ്കിൽ ഇവിടെ ദാരിദ്ര്യമാണ്. ആൻ്റണിക്ക് മാഞ്ഞൂരാൻ കുടുംബത്തിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബന്ധുവും കൂടെ ആണല്ലോ. കൊച്ചുറാണിയുമായിട്ടാണ് ആൻ്റപ്പന് കൂടുതൽ അടുപ്പവും സ്വാതന്ത്ര്യവും. അതിന് മറ്റൊരു കാരണമുണ്ട്. കൊച്ചുനാൾ മുതലേ ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ആൻ്റപ്പൻ അല്ലറ ചില്ലറ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴെല്ലാം ഇയാൾ വന്ന് തൻ്റെ പ്രയാസങ്ങളൊക്കെ പറയുന്നതും ഈ കൊച്ചുറാണിയോടാണ്. ആ സ്ത്രീ ഇയാളെ ബുദ്ധിമുട്ട് പറയുമ്പോഴെല്ലാം സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്തിരുന്നു. കൊച്ചുറാണിയാണ് പലചരക്ക് കട തുടങ്ങിയപ്പോഴും ആൻ്റപ്പനെ പൈസ കൊടുത്ത് സഹായിച്ചത്. പക്ഷേ ഇയാൾക്ക് ഗൾഫിൽ പോകണമെന്നതാണ് സ്വപ്നം. അതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ എല്ലാം ഒത്തു വന്നപ്പോഴും ആൻ്റപ്പൻ ഇതേപ്പറ്റി ആ കുടുംബത്തിൽ ആദ്യം ചെന്ന് പറയുന്നതും കൊച്ചുറാണിയോടാണ്. ഗൾഫിൽ പോകുന്നതിന് കൊച്ചുറാണി എല്ലാ സപ്പോർട്ടും കൊടുത്തു. കാരണം പോയി കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടുമല്ലോ. കാര്യങ്ങളൊക്കെ പക്ഷെ അതിന് നീക്കുന്നതിന് പണം വേണം. ആൻ്റപ്പൻ അതിനുള്ള കുറച്ച് പണം കൊച്ചുറാണിയോട് കടം ചോദിക്കുകയാണ്. അവരത് നൽകാമെന്ന് സന്തോഷത്തോടെ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. കൊച്ചുറാണിയുടെ ഈ വാക്കിൻ്റെ ഉറപ്പിൽ ആൻ്റപ്പൻ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കാൻ തുടങ്ങി. ആൻ്റണിക്ക് മുംബൈയിൽ എത്തിയ ശേഷം അവിടുന്നാണ് സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ എല്ലാം എത്തിയിരിക്കുകയാണ്. 2001 ജനുവരി 6-ാം തീയതി തരാമെന്ന് കൊച്ചുറാണി പറഞ്ഞ പൈസയുടെ കാര്യം ചോദിക്കാനായിട്ട് ഇയാൾ ആ മാഞ്ഞൂരാൻ വീട്ടിൽ രാത്രിയോടെ എത്തി.
ആ ദിവസം അഗസ്റ്റിനും ഭാര്യ ബേബിയും മക്കളായ ദിവ്യയും ജെയ്മോനും സെക്കൻഡ് ഷോ കാണാനായിട്ട് തിയേറ്ററിൽ പോയിരിക്കുകയാണ്. ആ വീട്ടിലിപ്പോൾ കൊച്ചുറാണിയും അമ്മ ക്ലാരയും മാത്രമേ ഉള്ളൂ. ആൻ്റപ്പൻ വളരെ സന്തോഷത്തോടെയാണ് കയറി ചെല്ലുന്നത്. പിറ്റേ ദിവസം യാത്ര പുറപ്പെടേണ്ടതാണ്. കൊച്ചുറാണിയും ക്ലാരയും ആ വീട്ടിൽ തന്നെ ഉണ്ട്. അതായത് ആൻ്റപ്പനും കൊച്ചുറാണിയും കുറേ നേരമൊക്കെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിക്കുകയാണ് പോകുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ആൻ്റപ്പൻ പറഞ്ഞു, നാളെയാണ് എനിക്ക് മുംബൈയിൽ എത്തേണ്ടത്. അവിടെ നിന്ന് പിറ്റേന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ സൗദിയിലെത്തണം. നീ തരാമെന്ന് പറഞ്ഞ പൈസ വാങ്ങാനും നിന്നോട് യാത്ര പറയാനുമാണ് ഞാൻ ഇവിടെ വന്നത്. കൊച്ചുറാണി പറഞ്ഞ പൈസ ഇപ്പോൾ തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി. ഈ ഒരു മറുപടി അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ആ ഒരു വാക്കിൻ്റെ വിശ്വാസത്തിലാണ് ഇയാൾ കാര്യങ്ങളൊക്കെ നീക്കിയത്. പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ കൂടിയും പൈസ റെഡിയാണ് എന്ന് ഉറപ്പ് പറഞ്ഞ കൊച്ചുറാണിയുടെ ഈ ഒരു മലക്കം മറിച്ചിൽ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതേ ചൊല്ലി ഇവർ 2 പേരും തമ്മിൽ വാക്ക് തർക്കം തുടങ്ങി. തർക്കം മൂത്തതോടെ ആൻ്റപ്പന് ഒരു കാര്യം ബോധ്യമായി. കൊച്ചുറാണിയുടെ ഈ കാലുമാറ്റം കാരണം തൻ്റെ സ്വപ്നങ്ങളും യാത്രയും എല്ലാം മുടങ്ങാൻ പോവുകയാണെന്ന്. അയാൾക്ക് സകല നിയന്ത്രണവും പോയി. അയാൾ നേരെ അടുക്കളയിലോട്ട് ചെന്ന് കറിക്കത്തിയും കോടാലിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊച്ചുറാണിയെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. തലങ്ങും വിലങ്ങും ആ സ്ത്രീയെ വെട്ടി. ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് അകത്ത മുറിയിലുണ്ടായിരുന്ന അമ്മ ക്ലാര എഴുന്നേറ്റ് വന്നു. മകളെ ആക്രമിക്കുന്നത് കണ്ട് അവർ നിലവിളിക്കാൻ തുടങ്ങിയതും ആൻ്റപ്പൻ ആ കോടാലി കൊണ്ട് ആ 74-കാരിയായ ക്ലാരയുടെ കഴുത്തിലേക്ക് ഒരൊറ്റ വെട്ടായിരുന്നു. ശേഷം രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കൊച്ചുറാണിയെ വലിച്ചിഴച്ച് അടുക്കളയിൽ കൊണ്ടുപോയി അയാൾ കെട്ടിത്തൂക്കി, അതും അടുക്കള വാതിലിൽ. എന്നിട്ടും കലിയടങ്ങാതെ അയാൾ സെക്കൻഡ് ഷോയ്ക്ക് പോയ ആ മറ്റ് 4 പേർക്ക് വേണ്ടിയിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അഗസ്റ്റിനും കുടുംബവും. അവർ സിനിമ കഴിഞ്ഞ് വീടിൻ്റെ മുൻവശത്തെത്തിയപ്പോൾ കാണുന്നത് മുൻവശത്തെ വാതിലിങ്ങനെ തുറന്നു മലർന്ന് കിടക്കുന്നതാണ്. അകത്തേക്ക് കയറിയതും ആ 4 പേരും കാണുന്നത് തറയിൽ മരിച്ചു കിടക്കുന്ന ക്ലാരയെയും അടുക്കള വാതിലിൽ രക്തത്തോടെ തൂക്കിയിട്ടിരിക്കുന്ന കൊച്ചുറാണിയെയാണ്. ഈ ഒരു ഭീകര കാഴ്ച കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴുണ്ട് ആ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് ആൻ്റണി ആ കോടാലിയുമായിട്ട് പാഞ്ഞു വന്നു. ഓടി രക്ഷപ്പെടാൻ പോലും സമയം കൊടുക്കാതെ ആൻ്റണി ആ 4 പേരെയും തുരുതുരാന്ന് കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തി. സർവരും പിടഞ്ഞു വീണ് തക്ഷണം മരിച്ചു. മാഞ്ഞൂരാൻ വീട് രക്തക്കളമായി മാറിയ ദിവസമായിരുന്നു അത്. പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ആദ്യം ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പോലീസ് കാണുന്നത് 12-കാരൻ ജെയ്മോൻ്റെ ബോഡി തറയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു മുറിയിൽ ദിവ്യ, അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിനടുത്ത് അഗസ്റ്റിനും അതിൻ്റെ തൊട്ടടുത്ത് ഭാര്യ ബേബിയുമാണ് കിടക്കുന്നത്. ഇങ്ങനെ ചിതറിയാണ് ബോഡികൾ കിടക്കുന്നത്. ഈ ഒരു അരുംകൊലകൾ നടത്തിയ ആൻ്റണി ആ വീട്ടിലെ അലമാരയും ആ കോടാലി കൊണ്ട് തന്നെ പിന്നീട് വെട്ടിപ്പൊളിച്ചു. പക്ഷേ പോലീസിന് ഇപ്പോഴും ഇതിൽ വ്യക്തത കിട്ടാത്ത ഒരു കാര്യം എന്തെന്നാൽ, അലമാരയിലെ മുഴുവൻ പണവും അയാൾ എടുത്തിട്ടില്ല. കുറച്ച് മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെയുള്ളത് സ്വർണ്ണാഭരണങ്ങളായിരുന്നു. അതും അയാൾ തൊട്ടിട്ടേയില്ല. അലമാരയിൽ നിന്നും കുറച്ച് പണവും കൈക്കലാക്കി തിരിഞ്ഞ ആൻ്റപ്പൻ പിന്നെ ചെയ്തത്, അഗസ്റ്റിൻ്റെ ശരീരത്തിലെ കുറച്ച് രക്തമെടുത്ത് അഗസ്റ്റിനും ഭാര്യ ബേബിയും കിടക്കുന്നതിന് തറയിൽ, അതായത് തൊട്ടടുത്ത് തന്നെ 2 അമ്പിൻ്റെ ചിഹ്നം ആ രക്തം കൊണ്ട് വരച്ചു വെച്ചു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. നേരം പുലർന്ന ശേഷം അഗസ്റ്റിനെ കാണാനായിട്ട് മാഞ്ഞൂരാൻ വീട്ടിലേക്ക് അഗസ്റ്റിൻ്റെ ഒരു സുഹൃത്ത് വരികയാണ്. അയാളാണ് ഈ ഒരു കൂട്ടക്കൊല ആദ്യമായിട്ട് കാണുന്നത്. അയാളെ അറിയിച്ചതിനെ തുടർന്ന് എറണാകുളം റൂറൽ SP-യും സംഘവും ക്രൈം സീനിലെത്തി. തിരുവനന്തപുരത്തേക്കും വിളി പോയി. തിരുവനന്തപുരത്ത് നിന്നും ADGP-യുടെ ടീമും വിവരം അറിഞ്ഞ് ആലുവയിൽ ആ വീട്ടിലെത്തി. കിട്ടാവുന്ന ഫിംഗർ പ്രിൻറ്റ്സും തെളിവുകളും ഒക്കെ പോലീസ് കളക്ട് ചെയ്തു. അഗസ്റ്റിൻ്റെ ബിസിനസ്സിന് ശത്രുതയുള്ളവരെയും ബന്ധുക്കളിൽ ഇയാളുമായിട്ട് തെറ്റി നിൽക്കുന്ന ആൾക്കാരെയാണ് പോലീസ് അന്വേഷിച്ചത്. അതിൽ അഗസ്റ്റിൻ്റെ മറ്റ് സഹോദരങ്ങൾ, അതായത് ഈ കൊച്ചുറാണിയെ കൂടാതെ ഇയാൾക്ക് മറ്റ് 2-3 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ആ സഹോദരങ്ങളുമായിട്ട് ഇയാൾ സ്വത്ത് തർക്കത്തിൽ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നത് പോലീസിന് കണ്ടെത്താൻ പറ്റി. പോലീസ് അഗസ്റ്റിൻ്റെ സഹോദരങ്ങളെയും ഇതിൽ സംശയിച്ചു. അപ്പോഴാണ് മാഞ്ഞൂരാൻ വീടിനോട് ചേർന്നുള്ള ബന്ധുവായ ആൻ്റണി എന്ന ആൻ്റപ്പൻ അന്ന് പുലർച്ചെ മുംബൈയിൽ പോയെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസ് ആൻ്റപ്പനെ പറ്റി അറിയാനായിട്ട് അയാളുടെ ഭാര്യയായ ജെമ്മയെ ചോദ്യം ചെയ്തു. ആൻ്റണി ഈ കൂട്ടക്കൊല നടന്ന ദിവസം സ്വന്തം വീട്ടിലുണ്ടായിരുന്നുവോ എന്നാണ് പോലീസ് അന്വേഷിച്ചത്. ജെമ്മ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവും നൽകിയില്ല.
ചോദ്യം ചെയ്യലിൻ്റെ കടുപ്പം കൂടിയതും ജമ്മ ആൻ്റപ്പൻ ഇന്ന് പുലർച്ചെ മുംബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞു. ആൻ്റണിയെ മുംബൈയിൽ നിന്നും കൊണ്ടുവരാനായിട്ട് പോലീസ് ശ്രമിച്ചപ്പോഴാണ് അറിയുന്നത് അയാൾ അവിടെ നിന്നും ഒക്കെ പോയിട്ടിപ്പോൾ സൗദിയിൽ എത്തി കഴിഞ്ഞുവെന്നും. സൗദിയിൽ നിന്നും അവിടെ എത്തുന്ന കുറ്റവാളികളെ, അതായത് പ്രതികളെ കൈമാറാൻ ആ കാലഘട്ടത്തിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ ഒരു കരാറൊന്നും ഒപ്പുവെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻ്റപ്പനെ നാട്ടിലെത്തിക്കാൻ എന്തെങ്കിലും തന്ത്രം ഇവിടെ ഉപയോഗിച്ചാലേ പോലീസിന് പറ്റൂ. പോലീസ് ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആലുവയിൽ ഒരു താൽക്കാലിക ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയ സെറ്റ് ചെയ്ത ശേഷം ജമ്മയെ അവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പോലീസ് ജമ്മയെ കൊണ്ട് മുംബൈയിലെ ആൻ്റപ്പനെ സൗദിയിലേക്ക് കൊണ്ടുപോയ ഏജൻസിയിൽ വിളിപ്പിക്കുകയാണ്. ആ ഏജൻറ്റ് വഴി സൗദിയിലെ ഏജൻറ്റിനെ വിളിപ്പിച്ചു. അയാളെ കൊണ്ട് ആൻ്റണിയെ വിളിപ്പിച്ചു. ആൻ്റണിയോട് അയാൾ പറഞ്ഞത് വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നുമാണ്. പോലീസ് ജമ്മയുടെ വീടിൻ്റെ പരിസരത്തുള്ള ആ ഒരു ISD കോളുകളൊക്കെ വിളിക്കാൻ പറ്റുന്ന വീടുകളിലെ ഫോൺ കണക്ഷൻ എല്ലാം ഡിസ്കണക്ട് ചെയ്തു. എന്തെന്നാൽ ജമ്മ ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ഭർത്താവിനെ വിളിച്ചറിയിക്കാനോ അയാൾ ഇങ്ങോട്ട് വിളിക്കാതിരിക്കാനോ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും ആൻ്റപ്പനെ നാട്ടിൽ പിന്നെ പോലീസിന് കിട്ടില്ല. ഒടുവിൽ ആൻ്റപ്പനെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ്. DYSP എബ്രഹാം ചെറിയാൻ തിരുവനന്തപുരത്തേക്കാണ് ആൻ്റപ്പനെ നേരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻ്റണി തുടക്കത്തിലെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണ്, അറിയില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ. കുറച്ച് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അയാളെ തിരിച്ച് എബ്രഹാം ചെറിയാൻ ആലുവയിൽ എത്തിച്ചു. പിന്നീടുള്ള ചോദ്യം ചെയ്യൽ പോലീസ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു രഹസ്യ കേന്ദ്രത്തിൽ വച്ചായിരുന്നു. ഇതുവരെയും ആൻ്റണിയെ ചോദ്യം ചെയ്ത ആ രഹസ്യ കേന്ദ്രം എവിടെയാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഒടുവിൽ ആ രഹസ്യ കേന്ദ്രത്തിൽ വച്ച് ആൻ്റണി എന്ന ആൻ്റപ്പൻ കുറ്റസമ്മതം നടത്തുകയാണ്. ഞാനാണ് ഈ കൂട്ടക്കൊല മൊത്തവും ചെയ്തതെന്നും. പിന്നീടാണ് അയാളെ പോലീസ് പുറം ലോകം കാണിച്ചത്. അതുവരെ ആ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു. മരിച്ച അഗസ്റ്റിൻ്റെ ഭാര്യ ബേബിയുടെ ചില ബന്ധുക്കൾ കുറച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് ഒരാൾ എങ്ങനെയാണ് ഇത്രയും പേരെ കൊല്ലുന്നത്, ആരെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടേണ്ടതല്ലേ എന്ന്. ഒടുവിൽ ഈ സംശയത്തെ തുടർന്ന് ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിനെയാണ് ശരിവെച്ചത്. 2005 ജസ്റ്റിസ് കൈമൽ പാഷ അദ്ദേഹം ആൻ്റണിക്ക് വധശിക്ഷ വിധിച്ചു. കോടതിയെ സമീപിക്കാനായിട്ട് വിധിച്ചു കഴിഞ്ഞ കട്ടിയാണ്. ഈ വിധിക്കെതിരെ ഹൈക്കോടതിയെ ആൻ്റണി സമീപിച്ചെങ്കിലും ഹൈക്കോടതിയും കൈവിടുകയാണ് ചെയ്തത്. ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് ആൻ്റണി സമർപ്പിക്കുകയാണ് ഹർജി. സുപ്രീം കോടതിയും കൈവിട്ടു. ഒടുവിൽ 2010 രാഷ്ട്രപതിക്ക് മുന്നിൽ ആൻ്റണിയുടെ ദയാഹർജി എത്തി. 2015 വരെ, അതായത് 5 വർഷത്തോളം രാഷ്ട്രപതി ഈ ഒരു ഹർജി ഇടപെട്ടതേയില്ല. ആൻ്റണിയെ തൂക്കിക്കൊല്ലരുതെന്ന് ഒരു വിഭാഗം ആൾക്കാർ വാദിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് പല സംഘടനകളും. പൂജപ്പുരയിൽ ആൻ്റണിക്കുള്ള കഴുമരവും തൂക്കാനുള്ള ആരാച്ചാരും ഒക്കെ റെഡിയായി ഇരിക്കവെയാണ് 2016 ജസ്റ്റിസ് ദീപക് മിശ്ര ഈ വധശിക്ഷ മരവിപ്പിക്കുന്നത്. അദ്ദേഹം ഈ കേസ് തുറന്ന കോടതിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു വിട്ടു. പിന്നീട് തുറന്ന കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. 2018 തുറന്ന കോടതി വധശിക്ഷ ഒഴിവാക്കുകയാണ് ആൻ്റണിയുടെ. അന്ന് ആ വധശിക്ഷ ഒഴിവാക്കിയ ആ ജഡ്ജി ഇതിനെ ജീവപര്യന്തമാക്കി കുറച്ചു. ഇത് ആൻ്റണിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ലോക്കൽ പോലീസിന് ഇതൊരു തിരിച്ചടിയും. 19 വർഷങ്ങൾക്കു ശേഷം 33 ദിവസത്തെ പരോള് ആൻ്റണിക്ക് കിട്ടി. ഇത് കിട്ടാൻ കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പരോള് കിട്ടിയത്. ജമ്മയും മക്കളും ഈ കൂട്ടക്കൊല നടത്തി ആൻ്റണി അകത്തായതോടെ ആലുവയിൽ നിന്നും സ്ഥലം വിടുകയാണ്. പിന്നെ അവർ ആലുവയെ വിട്ടു പോവുകയാണ് ചെയ്തത്. മാഞ്ഞൂരാൻ കുടുംബ വീട് ഒരു പ്രേതാലയം പോലെ അങ്ങനെ കിടന്നു നീണ്ട 10 വർഷക്കാലം. പിന്നീട് അത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോഴവിടെ പുതിയൊരു വീട് വന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടക്കൊലക്കേസിൻ്റെ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല. ബേബിയുടെ വീട്ടുകാർ പറഞ്ഞ ആ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഇന്നും ആ ദുരൂഹത നിൽക്കുകയാണ്. ആൻ്റണിക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞ് ലോക്കൽ പോലീസ് ശക്തമായിട്ട് ഇതിന് മുന്നോട്ടിറങ്ങി. ഇതിൽ പല സംശയങ്ങളും നിൽക്കുകയാണ്. ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ആൻ്റണി മാത്രമല്ല ഈ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടാവുക, കൂട്ടുപ്രതികളും കാണുമെന്നാണ്. അവരൊക്കെ രക്ഷപ്പെട്ടിരിക്കാം എന്നും പറയുന്നുണ്ട്.
ചിലർ ചോദിക്കുന്നത് അലമാരയിൽ ഇത്രയും കാശും സ്വർണവും ഇരുന്നിട്ടും കുറച്ച് കാശ് മാത്രം ആൻ്റണി എടുത്തത് എന്തിനാണ്? മറ്റൊരു സംശയം, കൊലയ്ക്ക് ശേഷം അഗസ്റ്റിൻ്റെയും ബേബിയുടെയും ബോഡിക്കരികിൽ രക്തം കൊണ്ട് 2 അമ്പുകൾ വരച്ചു വച്ചത് എന്തിന്? എന്തായാലും ഈ സംശയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കവേ സുപ്രീം കോടതിക്ക് പോലും ഇതിൽ ഒട്ടും ദയ തോന്നാത്ത ഒരു വ്യക്തിയാണ് ആൻ്റണി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം.